ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര ദർശനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ്റാനിക്കര അമ്മേനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാനുള്ള പ്ലാനാണ്. കണ്ട ലുക്ക് കാണുന്നില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയുള്ള ചേച്ചിയും ചേട്ടനും ഉണ്ട്. അവർക്ക് രണ്ടുപേരും ഇതുവരെ ചോറ്റാനിക്കര അമ്പലം കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ എപ്പോഴും പോണതാണ് അല്ലേ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോണത് ചോറ്റാനിക്കര അമ്പലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ജസ്റ്റ് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ചെറിയ ചരിത്രങ്ങൾ കൂടുതലൊന്നും അറിയില്ല, കേട്ട് കേൾവിയാണ്, അതൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് കവർ ചെയ്യാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ബിക്കോസ് ഫോണുള്ളിൽ കയറ്റുമോ, ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ അറിയില്ല. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ കവർ ചെയ്യാം. പിന്നെ അതിനെക്കൊണ്ട് അമ്പലത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര ദർശനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ്റാനിക്കര അമ്മേനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതാണ്. ദേൻ്റെ കണ്ടോ, ബ്ലഡ് കണ്ടോ, ഐശ്വര്യമായി. ആക്ച്വലി ഞാൻ വളയിട്ട ടൈമിൽ വള പൊട്ടിയിട്ട് കയ്യിൽ പൊത്ത് കയറി. പുള്ളിക്കാരൻ കലിപ്പിലാക്കണ്ട, പൊട്ടിയിട്ട് കയ്യിൽ പൊത്ത് കയറി. പൊട്ടിക്കണ്ട, കുഴപ്പമില്ല. കണ്ട എന്ത് ചെയ്യാനാ, വള പൊട്ടുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എൻ്റെ ഗോകുയെ. ഞങ്ങൾ രാത്രി ഒരു 7:30-8 മണി ആ ഒരു സമയപ്പത്തിനാണ് അമ്പലത്തിലെത്തിയത്. ആ ഒരു സമയത്ത് പോയെന്ന് വെച്ചാൽ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കീഴ്ക്കാവ് മേൽക്കാവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രതിഷ്ഠകളായിട്ടാണ്, രണ്ട് ക്ഷേത്രങ്ങൾ പോലെയാണ് നിൽക്കുന്നത്. കീഴ്ക്കാവിൽ രാത്രി 8:30 കഴിഞ്ഞിട്ട് ഒരു 9:30 ആ ഒരു സമയമാകുമ്പോഴത്തേന് ഗുരുതി പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട്. ആ പൂജ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് പോയത്. മാത്രമല്ല ഞങ്ങൾ ചെല്ലുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി 20-ാണ്. അവിടെ ഫെബ്രുവരി 21-ാണ് ഞങ്ങൾ എത്തുന്നത്. 20-ന് അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞു. ഉത്സവം വരുന്നതെന്ന് വെച്ചാൽ കുംഭമാസത്തിലെ ഉത്രാടം നാളിൽ, അതായത് കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി 9 ദിവസത്തെ ഉത്സവത്തോട് കൂടിയിട്ട് ഉത്രാടം നാളിൽ ഉത്സവം സമാപിക്കും. ഞങ്ങൾ ചെന്നപ്പോൾ ഉത്രാടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കൊണ്ടിട്ട് ഉത്സവം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ വിശേഷ ദിവസങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ കന്നിമാസത്തിലെ നവരാത്രി, അതുപോലെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, ഇതൊക്കെയാണ് അമ്പലത്തിലെ വിശേഷ ദിവസങ്ങൾ വരുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ മാറിയിട്ടാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആനയുണ്ട് കേട്ടോ. അവിടുത്തെ ആനയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ക്യാമറ കട്ട് ചെയ്തത്. പുറത്തൊക്കെ വിഷ്വൽസൊക്കെ എടുക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദേവി കുടികൊള്ളുന്നതെന്ന് വെച്ചാൽ 3 സ്വരൂപങ്ങളിലാണ്. പുലർക്കാലങ്ങളിൽ വെള്ള വസ്ത്രധാരണിയായ സരസ്വതി ദേവിയായി, അതായത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ദേവിയെ സമീപിക്കാം എന്നാണ് വിശ്വാസം. ഉച്ച സമയങ്ങളിൽ രക്തവർണ്ണധാരിണിയായ ഭദ്രകാളി ദേവിയായും സന്ധ്യാസമയങ്ങളിൽ നീല വസ്ത്രധാരിണിയായ ദുർഗാദേവി ദുഃഖവിനാശിനിയായും കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും മഹാദേവൻ്റെ സാന്നിധ്യവും ഒരുപോലെ ക്ഷേത്രത്തിലുള്ളത് കൊണ്ടിട്ട് പാർവതി ദേവിയായും ലക്ഷ്മി ദേവിയായും അവതരിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി ദേവി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. മനോരോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ മഹാകാളിക്ക് വേണ്ടിയിട്ട് രാത്രി നടത്തുന്ന ഗുരുതി പൂജ കാണാൻ ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പോയ സമയത്തിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ടൊരു കൊടും വനമായിരുന്നു. അന്ന് അവിടെ താമസിച്ചിരുന്നത് കുറേ മലയരയന്മാരായിരുന്നു. അവരുടെ നേതാവായിരുന്നു കണ്ണപ്പൻ ആകെ ഉണ്ടായിരുന്നത് ഒരു മകളും പിന്നെ കുറേ സഹോദരിമാരുമായിരുന്നു. കണ്ണപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വേട്ടക്കാരൻ, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി വന്ന് അതുങ്ങളെ കൊടുങ്കാളിക്ക് ബലി നൽകുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവരുടെ കുടിലിലേക്ക് ഒരു പശുക്കുട്ടി കടന്നു വരികയുണ്ടായി. ആ പശുക്കുട്ടീനെ കണ്ണപ്പൻ്റെ മകളായ മണിമങ്ക എടുത്തു വളർത്തി. കണ്ണപ്പന് ബലി നൽകാൻ മൃഗങ്ങളെയൊന്നും കിട്ടാണ്ടായപ്പോൾ ഈ പശുക്കുട്ടീനെ ബലി നൽകാൻ തീരുമാനിച്ചു. അതറിഞ്ഞ മണിമങ്ക കണ്ണപ്പനെ എതിർക്കുകയും കണ്ണപ്പന്
എന്നാ പറയുക, അതിനൊരു വേർഡ് പറയും, മറന്നുപോയി. എന്നാ മനസ്സിലായി കാണുമല്ലോ. കണ്ണപ്പന് മനസ്സ് മാറിയിട്ട് കണ്ണപ്പൻ കൃഷിയും മറ്റ് കാര്യങ്ങളുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ കണ്ണപ്പൻ ചെയ്ത പാപങ്ങളുടെ ഫലമെന്നോണം നമ്മുടെ മണിമങ്കയെ ഒരു പാമ്പ് കൊത്തിയിട്ട് മണിമങ്ക മരിക്കുകയുണ്ടായി. ആൾക്ക് ആകെ ഉണ്ടായിരുന്ന മകള് മരണപ്പെട്ടു. എന്നിട്ടും കണ്ണപ്പൻ ആ പശുക്കുട്ടീനെ അദ്ദേഹത്തിൻ്റെതായി വളർത്തി എന്നാണ് വിശ്വാസം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കണ്ണപ്പൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. പശുക്കുട്ടി ശിലയായി തൊഴുത്തിൽ കിടക്കുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത്. പിറ്റേന്ന് ഉറക്കമുണർന്ന കണ്ണപ്പൻ കാണുന്നത് പശുക്കുട്ടി ശിലയായി തൊഴുത്തിൽ കിടക്കുന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരു ശില കൂടി ഉണ്ടായിരുന്നു. അയാൾ പേടിച്ച് മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി. അപ്പോൾ ഓടിയെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരു സന്യാസി കൂടെ ഉണ്ടായിരുന്നു. ആ സന്യാസിയാണ് കണ്ണപ്പനോട് പറഞ്ഞത്, പശുവായി നിന്റെ കുടിലിൽ വന്നത് മഹാലക്ഷ്മി തന്നെയാണ് എന്നും അടുത്തുള്ള ശില എന്ന് പറയുന്നത് വൈകുണ്ഠനാഥനാണെന്നും, അതായത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ് നിന്റെ കുടിലിൽ ഇപ്പോൾ ഉള്ളതെന്നും അവർക്ക് പൂജ ചെയ്യണമെന്നുമാണ് പുള്ളിക്കാരൻ നിർദ്ദേശിച്ചത്. അത്രയും പറഞ്ഞ് ആ സ്വാമി അപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. ആ സന്യാസി എന്ന് പറയുന്നത് സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ പിതാവായ പരമേശ്വര മഹർഷിയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് പിൽക്കാലത്തിൽ പൂജകളും മറ്റുമായി കണ്ണപ്പനും അനുയായികളും കഴിച്ചുകൂട്ടി. കാലക്രമേണ അവരുടെ മരണശേഷം അവിടെ പൂജകളും മറ്റുമില്ലാണ്ട് കാട് പിടിച്ചു. ആ കാട്ടിൽ പുല്ല് ചെത്താൻ വന്ന യുവതികളാണ് ആ കല്ലിൽ അരിവാൾ ഉരച്ച് മൂർച്ച കൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ രക്തം കണ്ടത്. അതിനെ തുടർന്ന് അവിടെയുള്ള നാട്ടുപ്രമാണിമാരെ അറിയിക്കുകയും അവർ പൂജകളും പ്രശ്നങ്ങളും മറ്റും വെച്ചതിനെ തുടർന്ന് ഇത് കണ്ണപ്പൻ പൂജ ചെയ്തിരുന്ന പ്രതിഷ്ഠകളാണ് എന്നറിയുകയും അവിടെ അപ്പോൾ തന്നെ ചിരട്ടയിൽ നിവേദ്യം നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോഴും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ രാവിലത്തെ നിവേദ്യം, പുലർക്കാലങ്ങളിലുള്ള നിവേദ്യം ചിരട്ടയിലാണ് കൊടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വാസം. ഗുരുതി പൂജ സമയത്ത് കീഴ്ക്കാവിൽ ഭദ്രകാളി ദേവി അത്യുഗ്ര മൂർത്തിഭാവത്തിലാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ആ സമയത്ത് കടുത്ത ദുരിതങ്ങൾ പോലും ദേവീകോപത്തിൽ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. അതുപോലെ ബാധ കൂടിയവരെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ബാധ ഒഴിപ്പിച്ച് ആണി അടിക്കാറുണ്ട്. ഈ പാലമരത്തിൽ ആണി അടിക്കാറുണ്ട് എന്നാണ് മറ്റൊരു വിശ്വാസം. മാനസിക പ്രശ്നമുള്ളവരെയും സ്വഭാവ ദൂഷ്യമുള്ളവരെയും ഗുരുതി പൂജ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഗുരുതി പൂജ നടത്തിച്ച് ഭജന ഇരുത്താറുണ്ട്. അതുപോലെ തന്നെ മേൽക്കാവിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള മഹാദേവ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ബാധ കൂടിയവർ ഉറഞ്ഞു തുള്ളാറുണ്ട്. ആ സമയങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ മറ്റു പ്രതിഷ്ഠകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ദേവി പ്രതിഷ്ഠയോടൊപ്പം തന്നെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും വിളങ്ങുന്നുണ്ട്. അതുപോലെ മഹാദേവൻ, ഗണപതി ഭഗവാൻ, ശാസ്താവ്, സുബ്രഹ്മണ്യ ഭഗവാൻ, രക്തരക്ഷസ്, നാഗദേവന്മാർ, യക്ഷിയമ്മ ഇവരാണ് ഉപദേവതമാരായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെയാണ്. പിന്നെ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുതി പൂജ അതുപോലെ മണ്ഡപത്തിൽ പാട്ടുമാണ് നമ്മുടെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ മെയിൻ വഴിപാടുകൾ വരുന്നത്. കീഴ്ക്കാവിലാണ് ഗുരുതി പൂജ നടക്കുന്നത്. മണ്ഡപത്തിൽ പാട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വഴിപാടുകൾ ചേർന്ന് വരുന്നൊരു വഴിപാടാണ്. പിന്നെ അന്നദാനം, നിറമാല, അതുപോലെ ഭജന ഇരിക്കൽ, ചുറ്റുവിളക്ക് ഇതൊക്കെയാണ് മറ്റു പ്രധാന വഴിപാടുകൾ. നമ്മൾ ഈ ഭജനമിരിക്കൽ എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 3, 5, 7, 12 എന്നീ ദിവസങ്ങളാണ് അമ്പലത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുന്നത്. ഭജന ഇരിക്കുന്നതിന് തലേന്ന് തന്നെ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രദർശനം നടത്തി ക്ഷേത്രത്തിലുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കണം. അതുപോലെ ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പടച്ചോറ് അല്ലെങ്കിൽ ആ ഒരു പ്രസാദം ഉണ്ടല്ലോ, പ്രസാദം മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ എന്നാണ് ആ ഒരു ചടങ്ങിൻ്റെ വിശ്വാസം. അപ്പം ഇത്രയൊക്കെയാണ് ക്ഷേത്രദർശനം അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ഷേത്രദർശനം കൊണ്ടിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ലാഭം എന്താണ് എന്ന്. എനിക്ക് എൻ്റെ അമ്മമ്മമാരൊക്കെ പറഞ്ഞു തന്നൊരു അറിവ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുബായിൽ വെച്ചിട്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്ഷേത്രദർശനം നടത്തുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. നമുക്കൊരു പോസിറ്റീവ് വൈബ്, നമുക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ട്. ഓരോ മനുഷ്യരുടെ കാര്യത്തിലും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നമുക്കൊരു ഉയർച്ച ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും. വിശ്വാസം വേണം. എനിക്ക് നെഗറ്റീവിലും വിശ്വാസമുണ്ട്, പോസിറ്റീവിലും വിശ്വാസമുണ്ട്.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പം ഇതുപോലുള്ള ചരിത്രങ്ങളും വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പറയാൻ തന്നെ അറിയാമല്ലോ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. ഇനി ഞാൻ ഇതുപോലെ അല്ല എങ്കിലും ഇതുപോലെയൊക്കെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.